R&B പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന പശു എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ് ഞങ്ങളിപ്പോൾ. സാധാരണ ചിത്രത്തിൽ വിഭിന്നമായി ഇതിൻ്റെ പ്രധാന കഥാപാത്രം നമ്മുടെ പശു എന്ന ജീവിയാണ്. പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അവിഭാജ്യമായി ഉണ്ടായിരിക്കേണ്ട പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യാവശ്യമായ ഈ ഫോർമുല അല്ലെങ്കിൽ ഈ കൂട്ടുചേരൽ എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്ന് ഈ ചിത്രം ചിത്രത്തിൽ അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എബ്രഹാം മാത്യു എന്ന ചാനൽ അവതാരകനും പത്രപ്രവർത്തകനുമായ അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്നും അദ്ദേഹത്തിനോട് സഹകരണത്തോടെ ഞാൻ ഇതിൻ്റെ തിരക്കഥ സംഭാഷണം രൂപപ്പെടുത്തിയാണ് ഇതിൻ്റെ ചിത്രീകരണം തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, ഏതാണ്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പ്രശസ്ത ഛായാഗ്രാഹകൻ ശ്രീ സാലി ജോർജ് ഒരു ശക്തമായ തിരിച്ചുവരവ് ഈ ചിത്രത്തിലൂടെ നടത്താൻ മുതിർന്നു എന്നുള്ളതാണ്. മറ്റു പല ചിത്രങ്ങളുടെയും അവസരങ്ങളിൽ നിന്ന് അദ്ദേഹം സ്വമേധയാ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങൾ മാറി നിൽക്കുകയും ഈ ചിത്രവും ഇതിൻ്റെ കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭവും കേട്ടപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചിത്രത്തിൽ അദ്ദേഹം വർക്ക് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഈ ചിത്രത്തിൽ നായകവേഷം ചെയ്യുന്നത് നന്ദു എന്ന് നാമെല്ലാം അറിയപ്പെടുന്ന നന്ദുലാലാണ്. ഈ ചിത്രം പ്രധാനമായും ഷൂട്ട് ചെയ്തത് പുലിക്കുന്ന് എരുമേലി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ മുണ്ടക്കയം ഏരിയയിലുള്ള പുലിക്കുന്ന് എന്ന വനപ്രദേശത്താണ്. ഓരോരുത്തരും അവർ ജീവിക്കുന്ന ജീവിത വഴി ആ പന്താവിൽ കൂടി കടന്നു കയറുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നവരെ കഴിയുന്നതും നമ്മുടെ ഭാഗത്തേക്ക് സ്നേഹം കൊണ്ട് സാംശീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ചിന്താധാര അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള പ്രയാണം സത്യത്തിൽ പൂവണിയുന്നത്. ഇപ്പം ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണ പറയുന്ന കൊമേഴ്ഷ്യൽ ഫോർമുല അതിന് 3 ഫൈറ്റ് 4 ഡാൻസ് 8 പാട്ട് ഇങ്ങനത്തെ ഫോർമുല ഒന്നും ഈ സിനിമയിലില്ല. എങ്കിൽ പോലും കുട്ടികളെ തൊട്ട് ആകർഷിക്കുന്ന രീതിയിൽ ആ പശുവിൻ്റെ എല്ലാം പ്രകടനം, ഞങ്ങൾ ലക്ഷ്മി എന്നാണ് അതിനെ പേരിട്ട് വിളിക്കുന്നത്, സിനിമ കണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോടും അവരെ ഹഠാത് ആകർഷിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം കുട്ടികൾ പോലും അതിൽ ആ പശുവിൻ്റെ പ്രകടനത്തിൽ വല്ലാതെ ആകൃഷ്ടരായി തീരുകയും ഇനി അവർക്ക് അങ്ങനെ മൃഗങ്ങളെ സ്നേഹിക്കാനുള്ള പ്രചോദനം കൂടി നൽകുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തനം അല്ലെങ്കിൽ ചിത്രീകരണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ നായകനെ കുറിച്ച് പറഞ്ഞ പോലെ ഇതിൽ നായിക വേഷം ചെയ്യുന്നത് പ്രീതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. അവളിപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ PhD റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെയധികം ഉൽപ്പതിഷ്ണുക്കളായ പുരോഗമനേച്ഛുക്കളായ അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് വല്ലാതെ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് പശു എന്ന് പറഞ്ഞ ചിത്രം. ഇത് ഒപ്പിറ്റോ അല്ലെങ്കിൽ കണ്ടിരുന്ന ദുരൂഹതയോ അല്ലെങ്കിൽ എഴച്ചിലോ അങ്ങനത്തെ ഒരു ഫോമിലല്ല ഈ സിനിമ ചെയ്യുന്നത്. കാണുന്ന ആർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യാം, നമുക്ക് ഫെസ്റ്റിവൽ പോലുള്ള മത്സരങ്ങളിലേക്ക് അയക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ദ്വിമുഖ പദ്ധതിയാണ് ഈ ചിത്രത്തിൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു അംഗീകാരം കിട്ടുന്നതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള മെസ്സേജുകൾ ജനഹൃദയങ്ങളിലേക്ക് ചെല്ലേണ്ടത് ഭാവി ലോകത്തിന്, ഞാൻ കേരളത്തിൽ ഇന്ത്യയോ മാത്രം ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത്, ഭാവി ലോകത്തിന്, ഭാവി മനുഷ്യ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന്, പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ അത്യന്താപേക്ഷിത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു എളിയ ഉദ്ദേശവും കൂടെ അല്ലെങ്കിൽ വലിയ ഉദ്ദേശവും കൂടെ ഈ എളിയ കലാകാരന്മാരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക.
പല ആൾക്കാരടുത്തും ഞാൻ ചെയ്യുന്ന സിനിമയുടെ പേര് പശു എന്ന് പറഞ്ഞപ്പോൾ പശുവോ അങ്ങനെ ചോദിച്ചു. പശു എന്ന് പറഞ്ഞൊരു പേരിടാൻ പാടില്ല എന്നൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ അതുപോലൊരു പേര് ഒരു പക്ഷേ കേൾക്കാത്തോണ്ടായിരിക്കാം സിനിമയ്ക്ക്. പശു എന്ന് പറഞ്ഞാൽ നല്ലൊരു വളർത്തുമൃഗമാണ്. ഈ പശു എന്ന് ഈ പടത്തിന് പേര് വരാൻ ഒരുപക്ഷെ ഡയറക്ടർ അങ്ങനെ ഇട്ടതിന്റെ കാരണം പശുവാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ക്യാരക്ടർ. ഒരു പശുവിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു ഫിലിമാണ്. അത് തന്നെ ഒരു ചേഞ്ചാണ്. അപ്പോൾ പശുവുമായിട്ട് ഒരു കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്ന, ഇവിടെ നിന്നോ വന്ന് താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാളുടെ കഥയാണ്. അപ്പോൾ അത് ആ കഥാപാത്രം രാമഭദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഒരു വളർത്തുമൃഗവുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, പശു എന്ന് പറയുന്ന ഒരു വളരെ സാധു ജന്തുവിൻ്റെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് തന്നെ പശു ഇണങ്ങി. വളരെ ഭയങ്കര രസകരമായ അനുഭവമായിരുന്നു അത്രയും ദിവസം ഷൂട്ടിങ്ങിന്. ശരിക്കും പറഞ്ഞാൽ അത് ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പശുവിനെ വളർത്തിയാലോ എന്ന് സീരിയസ് ആയിട്ട് ആലോചിച്ചു തുടങ്ങി. ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പശുവിനെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം അങ്ങനെ രാമഭദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ആ നാട്ടിലുള്ള കുറേ ആൾക്കാർ, നല്ലവരും ചീത്തയായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളും ഒക്കെയാണ് ആ സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് പശുവുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ, സമകാലീന പ്രസക്തിയൊക്കെ ഉള്ള വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിനകത്ത്. എന്തായാലും എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ക്യാമറമാനും ഡയറക്ടറും, ഒന്ന് ക്യാമറാമാൻ MD സുകുമാരൻ ചേട്ടൻ ഒരുപാട് വർഷം കൊണ്ടുള്ള സുഹൃത്താണ്. ഞങ്ങൾ നേരത്തെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയുന്നത്, ശരിക്കും ഒരു ഡയറക്ടറുമായിട്ടുള്ള നല്ല സിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ ഒരു എന്താ പറയുക ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇതാണ്. നാട്ടുകാർ പുലിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് മുണ്ടക്കയത്തിനടുത്ത് അവിടെയുള്ള നാട്ടുകാർ, എനിക്കൊരു നാട്ടുകാർ കുറേ പേര് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവർ വളരെ നല്ലവരായിട്ടുള്ള മനുഷ്യർ, വളരെ വളരെ നല്ലവരായ ആൾക്കാർ. അവരുടെ സഹകരണം ഒരുപാടുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുടുംബം പോലെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചെയ്തു തീർത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നല്ല രസകരമായ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പടത്തിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു നല്ല എസൻസ് ഉണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അതിനിപ്പം നിങ്ങളുടെ കയ്യിലാണ്, ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കാണണം. എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു 7ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. കാര്യം അത്ര നല്ലൊരു കഥാപാത്രമാണ്. വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതമാണ്. യാതൊരു ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധുവായ മനുഷ്യന്റെ ജീവിതമാണ് ഈ സിനിമയിൽ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ വിജയം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കയ്യിലാണ്. ഇതൊക്കെയാണ് എനിക്ക്. പിന്നെ സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അത് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കണം. എന്നാൽ പറഞ്ഞു ഞാനും ഒരു പശുവും ആയിട്ടുള്ള ഒരു സ്നേഹബന്ധവും പിന്നെ ആ നാട്ടുകാരുമായിട്ടുള്ള കുറേ സംഭവങ്ങളും, അതാണ് ആ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. എന്തായാലും പശു നല്ലൊരു സിനിമയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാണണം, വിജയിപ്പിക്കണം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.